അപ്പൊ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഇനി നമുക്ക് ആൽഫബറ്റ് സീരീസും കണ്ടിന്യൂസ് പാറ്റേൺ സീരീസും പിന്നെ ന്യൂമറിക് സീരീസും എല്ലാം കൂടെ ഉള്ള ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് ഇന്നും കൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തോടെ ആ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? പിന്നെ ഓഡ് വൺ ഔട്ട് ഉണ്ട്, പിന്നെ അനലോഗി ഉണ്ട്, റാങ്കിങ് ഉണ്ട്, പിന്നെ ഏതാ ഉള്ളേ? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ഇല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, പിന്നെ ഇത് ആവറേജ് ഉണ്ട്. ഇത്രയും പോർഷൻസാ ഇങ്ങനെയുള്ള. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഒരു ഇക്വേഷൻ പോലും പഠിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ചെയ്യാവുന്ന ഒരു രീതിയിൽ പഠിപ്പിക്കാം, നമ്മൾ റേഷ്യോ വെച്ചിട്ട്. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ഈ ഓഡ് വൺ ഔട്ട് അനലോഗി അങ്ങ് തീർക്കട്ടെ. അങ്ങനെയൊന്നുമില്ല റോസേ, ചുമ്മാതെ. സത്യത്തിൽ 40 ക്ലാസ്സിനാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 40 ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്തതാണ്, പിന്നെ ചുമ്മാ 50 ഇട്ടു. 50 നിക്കില്ല ഇത്. നമുക്ക് എപ്പം തീരുന്നോ അത്രേ കേട്ടോ. നിങ്ങളുടെ പോർഷൻ പക്കായിട്ട് തീർന്നിട്ടേ ഉള്ളൂ, നിർത്തത്തുള്ളൂ, ഓടിച്ചു തീർക്കില്ല. സത്യത്തിൽ ഇതൊരു 25 ക്ലാസ്സിൽ നിർത്തേണ്ടതാ. ഓക്കെ, അപ്പൊ ഓഡ് വൺ ഔട്ടും അനലോഗിയും അതേപോലെ പിന്നെ റാങ്കിങ്ങും. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഈ ഓഡ് വൺ ഔട്ടും അനലോഗി എടുക്കാം. അത് കഴിഞ്ഞിട്ട് പോരെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, കാരണം ഇതിന്റെ കൂടെ അങ്ങ് പോകും, പാറ്റേണിന്റെ കൂടെ സീരീസിന്റെ കൂടെ അങ്ങ് പോകും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസും ആവറേജും റാങ്കിങ്ങും എടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അമ്മു വന്നില്ലേ ഇന്ന്? അമ്മുന് വയ്യാന്ന് തോന്നുന്നു അല്ലേ? പ്രോട്ടോ എന്തിയാ റോസേ, വീണ്ടും ഫോൺ പോയോ? അനീഷ വന്നില്ല? പൊന്നൂസ് ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ. PBA നമ്മുടെ ആണോ? നമ്മുടെ ഈ ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. റെക്കോർഡഡ് സെക്ഷൻ അവൈലബിൾ ആ. PBA QDC RFE ഡാഷ് ചെയ്തോ. പെട്ടെന്ന് ചെയ്തോ. യെസ്, എന്താ വന്നേക്കുന്നേ? PQR, അടുത്ത എന്ത് വരും? എസ് വരും. അടുത്തത് BCDEFGH വരും. ഇനി അടുത്തത് A കഴിഞ്ഞിട്ട് രണ്ടെണ്ണം BCDEFG അല്ലെ, SHG എന്ന് കിട്ടിയാലോ? അടുത്ത ക്വസ്റ്റ്യന് AZYEXW IVU ഡാഷ്. AZYEXW IVU ഡാഷ്.
ഓക്കെ, എല്ലാവരും ചെയ്തു. ഇതെങ്ങനെയാ ചെയ്യാ? എ എന്ന് പറയുന്നത് 1, ഇ എന്ന് പറയുന്നത് 5. അപ്പം 4 ഡിഫറൻസ്. ഐ എന്ന് പറയുന്നത് 9. അപ്പം 4ന്റെ ഡിഫറൻസ്. അടുത്ത എന്ത് വരും? 13 ഇല്ലേ? 13 അല്ലേ വരുന്നേ? 13 എന്ന് പറയുന്നത് എം. അടുത്തത് ഇസഡ് എന്ന് പറയുന്നത് 26, എക്സ് എന്ന് പറയുന്നത് 24, ബി എന്ന് പറയുന്നത് 22. പിന്നെ നമുക്ക് ഏതാ വരണ്ടേ? 20 ഏതാണ്? ടി ആണ്. അടുത്തത് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 25, ഡബ്ല്യു എന്ന് പറയുന്നത് 23, യു എന്ന് പറയുന്നത് 21. അടുത്തത് 19 ഏതാണ്? എസ് ആണ്. എം ടി എസ് എന്ന് കിട്ടി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, എ ഡി ഐ പി ഡാഷ്. യഥാർത്ഥത്തിൽ നമ്മുടെ സിലബസ് തീർന്നതാണ്, പോർഷൻ തീർന്നതാണ് ഈ ടോപ്പിക്. ഞാൻ ഇന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് തരുക, മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കേട്ടോ. എ ഡി ഐ പി ഡാഷ്. എന്താ നോക്ക്? എ എന്ന് പറയുന്നത് 1, ഡി എന്ന് പറയുന്നത് എന്താണ്? 4, ഐ 9, പി എത്രയാണ്? 16. അപ്പൊ എത്ര വ്യത്യാസം വരുന്നു? 3, 5, 7. അടുത്ത എന്ത് വരും? 9 വ്യത്യാസം. 9 വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് വരും? 25. 25 എന്ന് പറഞ്ഞാൽ വൈ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, എ 3 ബി D 9 E G 15 H ഡാഷ്. നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻ എഴുതി പോണേ. ക്വസ്റ്റ്യൻ എഴുതി നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ടോ? A 3 B D 9 E G 15 H. ഓക്കെ, ശരിയാണ്. അടുത്ത ആള് ഗുഡ് മോർണിംഗ്. സാരമില്ല, ആദ്യത്തെ പോർഷൻ റെക്കോർഡ് ആണ് കേട്ടോ. എ എന്താ വരും? 1, ഡി എന്ത് വരും? 4, ജി എന്ത് വരും? 7. വ്യത്യാസം എത്രന്റെ? 3ന്റെ. അടുത്ത അന്നേരം എന്താ വരിക? 10. 10 എന്ന് പറഞ്ഞാൽ ഏതാണ്? ജെ ആണ്. അടുത്ത 3 × 3 9 അല്ലേ? 3 × 5 15. 3 × 7 എന്ത് വരും? 21 അല്ലേ? 3, 9, 15, 21. അടുത്തത് ബി കഴിഞ്ഞ്. ബി എന്ന് പറയുന്ന നമ്പർ എത്രയാണ്? ബി 2, ഇ എത്ര? 5, എച്ച് എത്ര? 8. 3ന്റെ വ്യത്യാസം അല്ലെ? 2, 5, 8. അപ്പൊ അടുത്തത് 11. 11 എന്ന് പറഞ്ഞാൽ ഏത് വരും? കെ എന്ന് വരും. ജെ 21 കെ എന്നായി. ആർക്കും അറിഞ്ഞൂടാതില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വേർഡിനെ, ലോട്ടസ് എന്നതിനെ 3, 5, 7, 4, 8 എന്ന് എഴുതിയാൽ, ലോട്ടസ് എന്നതിനെ 3, 5, 7, 4, 8 എന്ന് എഴുതിയാൽ SUTOL-നെ എങ്ങനെ എഴുതും? ലോട്ടസിനെ 3, 5, 7, 4, 8 എന്ന് എഴുതിയാൽ SUTOL-നെ എങ്ങനെ എഴുതും? തിരിച്ചെഴുതും. അതെ, എന്താണ്? 8, 4, 7, 5, 3 എന്ന് എഴുതും. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു പ്രാക്ടീസ് സെക്ഷൻ. എ 10Z, ബി 100Y, സി
1000x എങ്കിൽ അടുത്തത് എന്ത്? നെക്സ്റ്റ് ഓക്കെ, എന്താണ് ഇവിടെ വന്നേക്കുന്നത്? എ ബി സി, അടുത്ത ഡി വരും. ഇവിടെ 10, 100, 1000, അടുത്ത എന്ത് വരും? 10,000 വരും. ഇനി Z, Y, X, അടുത്ത ഏതാ വരിക? W. ആൻസർ ആയി. ക്ലിയർ? ഓക്കെ, എ Z Y, അടുത്തത് ബി എക്സ് ഡബ്ല്യു, സി വി യു ഡാഷ്. ഓപ്ഷൻ ഞാൻ ഇടാത്തയാണ് കേട്ടോ, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. എളുപ്പമാണ് അല്ലെ? എ ബി സി ഡി, ഡി കിട്ടി. ഇനി Z X, അപ്പൊ എന്ത് വരും? 26, 24, 22, 20, അതെന്ത് വരും? എസ് വരും. ആ 20 അല്ലേ? 20T, സോറി 20T ആണ്. ആ ഓക്കെ അതാ 20T വരും. പിന്നെ Y എന്ന് പറയുന്നത് എത്രയാണ്? Y 25, 23, 21, 19 ആണ് എന്ത്? എസ്, DTS. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനെ എ ബി ഡാഷ് ബി എ ഡാഷ് എ ബി ഡാഷ് ബി. വിട്ടുപോയ അക്ഷരങ്ങളേവ? ഓപ്ഷൻ എ ബി ബി, ഓപ്ഷൻ ബി ബി എ എ, ഓപ്ഷൻ സി എ ബി എ, ഓപ്ഷൻ ഡി ബി ബി എ. ഇന്ന് ഞാൻ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം PSC ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ടഫിൽ നിന്നാണ് എന്താ സിമ്പിളിലോട്ട് വന്നത്. കാരണം നമ്മൾ ആദ്യം SSC, റെയിൽവേ, IBPS-ന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇപ്പോഴാണ്, ഇന്നലെ ലാസ്റ്റ് മുതൽ ഇപ്പം ചെയ്യുന്നതാണ് ഏത്? നമ്മുടെ PSC ക്വസ്റ്റ്യൻസ്. പൊന്നൂസെ ഒന്നുകൂടെ നോക്കിയേ. ഇതിപ്പോ 10 എണ്ണം ഉണ്ട് അല്ലേ? 9 ഉള്ളോ? 10 ഉണ്ട്. ഈ 10 എണ്ണത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 × 2 എന്ന് എഴുതാം ഇല്ലേ? 5 × 2 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ നമുക്ക് അങ്ങ് മുറിച്ചു നോക്കാം. എന്നിട്ട് ഓരോന്നും പറക്കി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എ ഇട്ട് കൊടുത്താൽ, ആദ്യത്തെ ഓപ്ഷൻ എ ഇട്ട് എടുത്താൽ എന്ത് വരും? എ ബി എ ബി എ ബി എ ബി, അവസാനം എന്താ വന്നുപോയി? ബി ബി വന്നുപോയി. അപ്പൊ അതല്ല ആൻസർ. അടുത്ത ഓപ്ഷൻ ബി ഇട്ട് കൊടുത്താൽ ബി എ ഇട്ട് കൊടുത്തു, എ ബി 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 എ ബി ബി, ഒന്നും വന്നില്ല, അതുമല്ല ഓപ്ഷൻ. അടുത്ത് നമ്മൾ ഓപ്ഷൻ സി ഇട്ട് കൊടുത്തു, എന്താണ്? എ ബി എ. അപ്പൊ എന്ത് വന്നു? എ ബി പിന്നെ എ ബി എല്ലാം എ ബി വന്നു. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെ SCD TEF UGH dash.
ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വരിക? അനങ്ങുന്നില്ലേ? എന്താ വരിക? 19, 20, 21, അടുത്ത എന്ത് വരും? 22. ബി വന്നു. ഇത് സി എന്ന് പറയുന്നത് 3, 5, 7, 9 വരും. 9 എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഡി എന്ന് പറഞ്ഞാൽ 4, എഫ് എത്രയാണ്? 6, എച്ച് 8, 10 വരും. 10 എന്ന് പറഞ്ഞാൽ ജെ ആണ്. ക്ലിയർ? വി ഐ ജെ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ജെ എ കെ, കെ ബി എൽ, എൽ സി എം, എം ഡി എൻ. പെട്ടെന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ എന്റെ കയ്യില്. ഇന്നത്തോടെ തീർക്കണം നമുക്ക്. ഇനി ചെയ്ത് തീരാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഞാൻ ഹോംവർക്ക് തരും കേട്ടോ. ഓക്കെ, ജെ എന്ന് പറയുന്നത് എത്രയാണ്? 10, 11, 12, 13. എ 1, 2, 3, 4. അപ്പൊ ഇത് 13 കഴിഞ്ഞ് 14. 14 ഏതാണ്? എൻ ആണ്. 4 കഴിഞ്ഞ് 5 ഏതാണ്? 4 കഴിഞ്ഞ് 5 എന്ന് പറയുന്നത് ഇ ആണ്. അടുത്തത് കെ എൽ എം എൻ, അതടുത്ത് എന്താണ്? ഒ ആണ്. നിയോ എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് പി ക്യു ആർ, പി ക്യു എസ്, പി ക്യു ടി ഡാഷ്. പെട്ടെന്ന് പറഞ്ഞു അത്. പി ക്യു യു, പി ക്യു യു ഒന്നുമില്ല. എന്താണ്? ആർ എസ് ടി, അത് കഴിഞ്ഞ് ഏതാണ്? യു വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇ എൽ എഫ് എ, ജി എൽ എച്ച് എ, ജെ എൽ ജെ അല്ല ഐ എൽ ഐ ആണ് ഇത്, ഐ എൽ ജെ എ ഡാഷ്. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള എന്താണ്? എൽ എ അതേപോലെയാണ് അല്ലേ? എല്ലാത്തിലും എൽ എ അതേപോലെ കിടക്കാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതി? എൽ എ അങ്ങ് എഴുതി. ഇനി എന്തോളെ? ഇ എഫ് ജി എച്ച് ഐ ജെ, അടുത്ത എന്ത് വരും? കെ എൽ. ആൻസർ കെ എൽ എൽ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, ഇ എച്ച് ജെ, ജെ എം ഒ, ഒ ആർ ടി ഡാഷ്. ഇ എച്ച് ജെ, ജെ എം ഒ, ഒ ആർ ടി ഡാഷ്. അജിൻ, അജിനെ കാണാനില്ലായിരുന്നല്ലോ അജിനെ. കിട്ടിയില്ലേ? TWY. ഓക്കെ, ഇതിനകത്ത് എന്താ നമ്മുടെ കോഡ്? ഈ ചോദ്യം അല്ലേ? ഇ ജെ ഒ, അത് കഴിഞ്ഞ ഏതാണ്? ടി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 5, 10, 15, അടുത്ത എന്ത് വരും? 20. ഇനി എച്ച് എത്രയാണ്? 8, എം 13, 6, 19, 18 അല്ലേ? എത്ര വ്യത്യാസം? 5ന്റെ വ്യത്യാസം. അപ്പൊ അടുത്ത എന്ത് വരും? 23. 23 ഏതാണ്? ഡബ്ല്യു ആണ്.
അടുത്തത് ജെ. ജെ എന്താണ്? 10. O 15. T 20. അടുത്ത എന്ത് വരും? 25. 25 ഏതാണ്? Y ആണ്. TWY എന്ന് കിട്ടിയില്ലേ? എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യന് B C E G K ഡാഷ് ചെയ്തു. B C E G K ഡാഷ് അല്ലല്ലോ? അല്ലല്ലോ? ഇച്ചിരി ഒന്ന് ചിന്തിക്കണം. കുഞ്ഞൊരു കാര്യമുണ്ട് അതിനകത്ത്. രജിഷ, അജിൻ കിട്ടിയോ? അല്ല, ആ രജിഷയ്ക്ക് കിട്ടി. എങ്ങനെ കിട്ടി രജിഷ? ഇതെന്താ വന്നേക്കുന്നത്? ബി. ആ അതെ. 2 C 3 5 7 11. ഇതെല്ലാം എന്ത് നമ്പേഴ്സ് ആണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അടുത്ത എന്ത് വരണം? 13. 13 എന്ന് പറഞ്ഞ ഏതാണ്? M ആണ്. ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യന് A Y B Z C D W E X F G U H. ഇതെല്ലാം PYQ കേട്ടോ. V I. അടുത്തത് ഏത് വരും? ഒന്നും കൂടെ തരാം. J S K T L. അടുത്തത് എന്ത് വരും?